നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറേ വർഷമായി. ചെറിയ പുരോഗതിയൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പുരോഗതിയിൽ 90% അനുഭവിക്കാനോ ഉപയോഗിക്കാനോ അവകാശികളാകാനോ ഇന്ത്യയിലെ ദളിത് സമൂഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുപോലെയാണ് ക്രിസ്ത്യൻ സമുദായം കേരളത്തിൽ. സഭയും സഭയുടെ ചെറിയ ആൾക്കാർ ചെയ്യുന്ന ബിസിനസ് ലാഭമൊന്നും സാധാരണക്കാര ക്രിസ്ത്യാനികൾക്ക് കിട്ടിയിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ചില കാര്യം തുറന്ന് പറയില്ല. എന്തിനാ വെറുതെ നല്ല പിള്ളേരിക്കുന്നവരെ പിണങ്ങണേ, അല്ലെങ്കിൽ അവർ ശത്രു സമ്പാദിക്കുന്ന വെച്ച് പറയില്ല. നമുക്കിത് പറയാം. നമ്മൾ ആരുടെയും പ്രത്യേക മിത്രമല്ല ശത്രുവല്ല, കോമൺ പീപ്പിൾ. കേരളത്തിൽ ഈ കൺവെർട്ട് ക്രിസ്ത്യൻ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഏതാണ്ട് ദളിതുകൾ 10% ഉള്ളു. ക്രിസ്ത്യൻ സമുദായം ഏതാണ്ട് 15%, ലേറ്റസ്റ്റ് 18-16 ഉണ്ടായാലും 15%. അല്ല, 5% കൺവെർട്ട് ക്രിസ്ത്യനാണ്. അപ്പോൾ കൺവെർട്ട് ക്രിസ്ത്യൻ കഴിഞ്ഞാൽ 10% കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം. അപ്പോൾ ഈ 5% കൺവെർട്ട് ചെയ്യാതിരുന്ന അവർ ദളിത് സമുദായം പോണെങ്കിൽ അവർ 15%, ക്രിസ്ത്യൻ സമുദായം 10% ആവും. ഇന്ന് ഇവർ 15%, മറ്റു 10%. വൈരുദ്ധ്യങ്ങളും സംഘടക്കെടുപ്പും നിങ്ങൾ മനസ്സിലാക്കണം. ആരെയും എതിർക്കാൻ വേണ്ടിയല്ല. ഗുരുദേവൻ പറഞ്ഞവരെ ആരെ തോൽപ്പിക്കാനുമില്ല ജയിക്കാനുമില്ല, സത്യം അറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ കൺവെർട്ട് ചെയ്തത്? അപ്പോൾ അത് മതപരിവർത്തനം അല്ലേ? അത് മുസ്ലിങ്ങളിൽ കുറേ ആയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ ഈ കൺവെർട്ട് മുസ്ലിം അല്ലാത്ത പേര് അറിയാൻ പറ്റുന്നില്ല. അവർ കോമണായി കിടക്കുകയാണ്, ഒറ്റ ലിങ്കിൽ കിടക്കുകയാണ്. ഇത് 2-3 ലിങ്കാണ്. പെന്തക്കോസ്റ്റ് ലിങ്ക് വേറെ, മറ്റേ സഭ വേറെ, മറ്റേ കൺവെർട്ട് ക്രിസ്ത്യൻ വേറെ, ലിങ്ക് മാറി കിടക്കുക. അപ്പം അതുകൊണ്ട് എന്ത് ന്യായമാണ് ആകെയുള്ള ദളിതിൽ നിന്ന് 3-1 കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യനാക്കി നിർത്തിയാൻ കാരണം അങ്ങര് അതിൻ്റെ പുറകിൽ കളിച്ചു? എന്താണ് അത് രീതി? ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ കൺവെർട്ട് ചെയ്തെന്ന് പറയുന്നത് എല്ലാവരെയും സംഘപരിവാറിൻ്റെ ഗ്രൂപ്പൊക്കെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കണ്ട് വളർന്നു കഴിഞ്ഞാൽ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ്, ഇവിടുത്തെ കുറച്ച് കമ്മ്യൂണിസ്റ്റ്, കുറച്ച് കോൺഗ്രസും, കുറച്ച് മുസ്ലിങ്ങളും ഭേദത്തിലൊന്നും കാര്യമില്ല. അത് നിങ്ങളുടെ വഴി വെച്ചാണ്. നിങ്ങൾ പള്ളികളിലും മോസ്കുകളിലും അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ മതം കൈകാര്യം ചെയ്യുന്നേ. നിങ്ങൾ എന്താണ് ഈ മതപ്രചരണത്തിൽ ഇറങ്ങുന്നത്? നിങ്ങൾ ബൈബിളും ഖുർആനും ഗീതയും പിടിച്ചു വന്നാൽ മതപ്രചരണം പോകുന്നത്. നിങ്ങൾ അച്ഛൻ്റെയും മൗലിമാരുടെയും പിന്നെ പുരോഹിതൻ്റെയൊക്കെ സന്യാസിമാരുടെയൊക്കെ വേഷത്തിൽ നിങ്ങൾ നാട് നാക്കാൻ പോകുന്നത്. നിങ്ങൾ മനുഷ്യൻ്റെ വേഷത്തിൽ പോകും, മനുഷ്യൻ്റെ നാട് നാക്കുക, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ദുരുദ്ദേശമാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 7 സ്റ്റേറ്റ് ഉണ്ട്. ആ 7 സ്റ്റേറ്റ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമല്ല, 98% ക്രിസ്ത്യൻസാണ്. ആ 7 സ്റ്റേറ്റും ഇന്ത്യ ഗവൺമെൻറ് യാതൊരു ബന്ധമില്ലെന്നാണ് ആധുനിക പിന്നെ ഇത് പറയുന്നത്, രഹസ്യാന്വേഷ വകുപ്പ് പറയുന്നത്. ഒക്കെ ഇന്ത്യ ഗവൺമെൻറ് യാതൊരു ബന്ധമില്ല. മനസ്സിലാക്കി? ഇപ്പം ബംഗ്ലാദേശിലെ ഹസീന പറഞ്ഞുണ്ട്, ഒരു വൈറ്റ് മാൻ, എന്നൊരു വെള്ളക്കാരൻ അമേരിക്കയുടെ സപ്പോർട്ട് വന്നു, ബംഗ്ലാദേശിലെ കുറേ ഭാഗം, ഇന്ത്യ കുറേ ഭാഗം, പിന്നെ വേറെ ഒന്നിനും ദ്വീപും ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് അവർ സഹായിച്ചില്ല. അതുകൊണ്ട് കൂടിയാണ് അവർ അധികാരത്തിൽ പുറത്തു പോയെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ മതപ്രചരണം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും മതം പ്രചരിപ്പിക്കാനോ പ്രചരിപ്പിക്കാനല്ല, മതപരിവർത്തനം, മതം മാറ്റം ആവശ്യമില്ല. ഒരു വ്യക്തി, 2 വ്യക്തി അവന് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏത് മതത്തിൽ വേണ്ടി പോകട്ടെ, അത് കുഴപ്പമില്ല. ഇതല്ലാതെ മതപ്രചരണം നടത്തി മതപരിവർത്തനം നടത്തി എന്നാണ് എല്ലാം ഉദ്ദേശശുദ്ധിയല്ല, വളരെ കറക്റ്റാണ്. അത് തന്നെയല്ല, ഇത്രയും പാടുപെട്ട് വളർത്തിയെടുത്ത ഇന്ത്യയിലെ BJP പ്രസ്ഥാനം നശിക്കാൻ പോകുന്നത് ഈ അച്ഛനും മോനും കൊണ്ടാണ്. ഈ ജോർജ് അച്ചായനും ജോർജ് മോനും, ഈ 2 പേരാണ് ഈ പ്രസ്ഥാനത്തെ ഇന്നിപ്പോൾ കേരളത്തിൽ വീണ്ടും പഴയ അവസ്ഥയിൽ എത്തിക്കുന്നത്. മൂഷ്യൻ തന്നെ എന്ന് പറഞ്ഞ പോലെ
ഒരു വളർച്ചയിലും മാത്രമല്ല, നിങ്ങൾ ഈ BJP സമൂഹം അല്ലെങ്കിൽ സംഘപരിവാർ സമൂഹം, ചന്ദ്രശേഖർ സമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കൊട്ടി ഘോഷിക്കുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നതല്ലേ? അത് ശരിയല്ല. എമ്മിന് എന്താ ശരി? അവിടെ 65,000 പേര് വോട്ടുകളാണ് സുരേഷ് ഗോപി കിട്ടിയിരിക്കുന്നത് കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അപേക്ഷ. 1,00,000 ഉണ്ടായില്ല, 66,000 വോട്ട് 66,000 വോട്ട് കോൺഗ്രസ് കുറഞ്ഞു എന്നാണ്. 1,00,000 വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ. അതിൽ നല്ലൊരു ശതമാനം വോട്ടും ഇടതുപക്ഷത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM വോട്ട പോയതാണ്. അപ്പോൾ അതിന് അവർ പറയുന്ന പോയിന്റ് എന്താ, ഞങ്ങളുടെ വോട്ടിൻ്റെ കുറയാത്തത്, ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം വോട്ടിനേക്കാൾ 10,000 വോട്ട് കൂടുതലാണ്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ ലീഗുകാർക്കോ സാധിക്കുന്നുണ്ടോ? അതായത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 18-20% മുസ്ലിങ്ങൾ തന്നെയാണ്. അതിലൊരു 90% വോട്ടും ചെയ്തിട്ട് കോൺഗ്രസ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം വരെ ജയിക്കാൻ സാധ്യതയുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ജയിക്കാൻ സാധ്യതയില്ല, BJP വോട്ട് കൊടുക്കില്ല. പക്ഷേ അവിടുത്തെ ട്രെൻഡ് മാറി മുരളീധരൻ തോൽക്കാൻ സാധ്യതയുണ്ടെന്നും BJPക്ക് മുൻതൂക്കം വരുമെന്നും മനസ്സിലാക്കിയപ്പോൾ പരമാവധി ജയിക്കാൻ സാധ്യതയുള്ളത് LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇതുകൊണ്ട് ആ പരമാവധി വോട്ട് ഈ 2,10,000 വോട്ട്, ആയിരക്കണക്കിന് വോട്ട് മുഴുവൻ ചെയ്തത് ആർക്കാണ്? ഇടതുപക്ഷത്താണ്. അതാണ് ഈ ഇടതുപക്ഷ വോട്ട് കാര്യം കുറഞ്ഞില്ല. BJPക്ക് പോയ വോട്ട് അതിനോട് അടുത്ത വോട്ട് തന്നെ അവിടെ LDFന് കിട്ടി, ഈ മുസ്ലിങ്ങളുടെ വോട്ട്. അങ്ങനെയാണ്. അച്ഛന്മാർ കാര്യമായിട്ട് ചെയ്തില്ലെന്നല്ല, കാര്യമായിട്ട് അച്ഛന്മാർ ഒരിക്കലധികം ക്രിസ്ത്യൻ സമുദായം ചെയ്തിട്ടില്ല. അതവർ മുതലെടുക്കാൻ വേണ്ടി അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ BJP പറയുന്നു. സത്യത്തല്ല. അതിനെ വെള്ള പൂശാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ട് പോയിന്നറിയോ? ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ 16 വോട്ട് കൂടുതൽ കിട്ടി, ഇപ്പം ഞങ്ങൾക്ക് വോട്ട് പോയിട്ടില്ല. സത്യമല്ലേ? കണക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് പുറകിലാണ് ഇത് ഇങ്ങനെയാണ് എന്ന് പറയും. ലീഗിനെ കൊണ്ട് കോൺഗ്രസ് കൊണ്ട് സാധിച്ചില്ല, അതാണ് അവർ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ കാര്യമായി ക്രിസ്ത്യ വോട്ടൊന്നും BJP പോയിട്ടില്ല, പോവുകയില്ല. അത് മറ്റു പല തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇത്തവണ BJPയെ കേരളത്തിൽ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണം ഈ അച്ഛനും മോനാണ്, ഷോൺ ജോർജും ഈ ജോർജും. 10 വോട്ട് കിട്ടൂല. ഇപ്പം കണ്ടില്ല, ഒട്ടിഘോഷ് നടന്നാണല്ലോ നമ്മുടെ എവിടെ നടന്നത്, നിലമ്പൂർ. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഒരു വോട്ടുകൾ കൂടുതൽ കിട്ടിയോ? കുറച്ച് വോട്ട് കുറഞ്ഞല്ലേ ഉള്ളൂ. അതുപോലെ പൊന്നത്തിൽ നമ്മുടെ ആന്റണിയുടെ മകനെ കൂടി നിർത്തിയില്ല, 10 നിർത്തിയിലൊക്കെ എത്ര വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിന് പകുതിയും കിട്ടില്ല എൻ്റെ അറിവ്. കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. ഇവിടെ എന്താണ് BJPക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ, പൂത്തങ്കിരി കഥ പറയാം. പൂത്തങ്കിരി പറക്കാൻ വേണ്ടി നടന്നു, അവസാനം പറക്കാൻ പഠിച്ചില്ല, നടന്നുകൊണ്ടിരുന്ന് നടത്തുമില്ല, അവസാനം ബാക്കിലേക്ക് കിടക്കാണ്. പൂത്തങ്കിരി കിളി നിങ്ങൾക്ക് അറിയാം. പറക്കാൻ വേണ്ടി ശ്രമിച്ചു, പറത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ മറന്നുപോയി, അദ്ദേഹം ബാക്കിലേക്ക് നടക്കുന്നത്. അതുപോലെയാണ് BJPയുടെ അവസ്ഥ. വളരെ പരിതാപകരമാണ്. കാരണം ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ എന്നെ സംഘപരിവാറിൽ വിഭാഗം BJPക്കതേ ശരിയല്ലേ? അവർ ഇത്രയും കൊട്ടിഘോഷിച്ച് കൊടുന്ന ഒരു പ്രസ്ഥാനം പെട്ടെന്ന് ചന്ദ്രശേഖരൊക്കെ അവിടെ ചെന്നിട്ട് അമിത്ഷായും മോഡിയൊക്കെ ഇടപെട്ട് അതിനങ്ങോട്ട് വെള്ളം ഒഴിച്ച് കിടത്തി കളഞ്ഞ പോലെ അയാൾ. എല്ലാ ആക്ഷനും റിയാക്ഷൻ ഉണ്ടല്ലോ, സൈഡ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അതെന്താ മനസ്സിലാക്കാത്തത്? കാരണം ന്യൂനപക്ഷങ്ങൾ വോട്ടുകൂടി കിട്ടിയാലേ BJP ഈസി വാക്കുറയാൻ പറ്റുള്ളൂ. അത് ശരി തന്നെയാണ്, അവർ കണക്കുകൾ തെറ്റില്ല. പക്ഷേ ആ ന്യൂനപക്ഷങ്ങൾ വോട്ട് അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലെന്നേ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ്, മുസ്ലിങ്ങൾ ചെയ്യില്ലല്ലോ. അതൊരു BJPയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേരളത്തിൽ. അതല്ലേ സംഗതി. നിങ്ങൾ എന്തിനാണ് ഈ മതപ്രചരണം നടത്തി മതത്തിൽ ആളെ കൂട്ടാൻ നോക്കണത്? ഏത് മതത്തിൽ ഇവിടെ ആൾ കുറവുള്ളത്? മുസ്ലിം മതത്തിൽ കുറവുണ്ടോ? ഹിന്ദു മതത്തിലുണ്ടോ? ക്രിസ്ത്യൻ മതത്തിലുണ്ടോ? ഒരു മതത്തിലില്ല. അപ്പോൾ ഇതൊക്കെ ആ മതത്തിന് അനുയായികളല്ല, അതിൻ്റെ കുറേ സിൽബന്തികൾക്ക് സമ്പാദിക്കാനും ആളാകാനുള്ള ഒരു വഴി മാത്രമാണ്. ഇതിൻ്റെ പേരിൽ വിദേശങ്ങളിൽ നിന്ന് കോടികൾ കൊണ്ടുവന്നിട്ട് അത് എടുത്തു മറിക്കുക. ചില ക്രിസ്തീയ പള്ളികൾക്കുള്ളോ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഒരു പള്ളിയായിട്ട് ബോർഡ് വയ്ക്കും, എന്നിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ അത് പിന്നെ വ്യവസായ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയി. ഞാൻ 100 ഉദാഹരണം തരാം. ഞാൻ ഈ പട്ടണത്തിൽ വളരെ 16 വർഷമായിട്ട് എറണാകുളം പട്ടണത്തിൽ കളിച്ചു കിടക്കുന്ന ആളാണ്. എറണാകുളം പട്ടണത്തിൽ പാലാട്ട് നോക്കി കാണുന്നറിയുക ക്രിസ്ത്യൻ ദേവാലയിക്കും ഒരു പുതിയ പേരൊക്കെയാണ്, അല്ല പഴയ കത്തോലിക്ക സമയത്ത് തരുകാറ്. അതൊരു വർഷം കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് അത് പിന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയി. സമ്പാദിക്കുക, പണം ഉണ്ടാക്കുക.
അതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ പാവപ്പെട്ടവർക്കോ ഇതായിട്ടുള്ള അവരുടെ ഒരു ഗുണം അവർക്ക് കിട്ടുന്നില്ല, അവർ അറിയുന്നില്ല. അവർ പണിവിട്ട് അന്ന് പണിയിൽ അധ്വാനിച്ച് ജീവിക്കുന്നു. ഒരു വിഭാഗം, അത് വളരെ ചെറിയ വിഭാഗം ഇങ്ങനെ കോടികൾ സമ്പാദിച്ച് തിന്നു ചേർത്ത് നടക്കുന്നു, സുഖിക്കുന്നു, ആസ്വദിക്കുന്നു. അപ്പം ഇതെല്ലാം മതത്തിന് വേണ്ടിയല്ല, തട്ടിപ്പാണ്, സ്വാതാല്പര്യമാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ എൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. അതിൻ്റെ കൂടി പറയുകയാണ്, ഇപ്പം നമ്മൾ ഗോപാലകൃഷ്ണൻ, ലോകപ്രസിദ്ധനായ സംവിധായകൻ ഗോപാലകൃഷ്ണൻ സാറ് ഒരു പ്രസ്താവന നടത്തി. ഈ വയസ്സാകുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധി മരവിക്കുന്നൊക്കെ പറഞ്ഞ് കേൾക്കാറ്, അതുപോലെയുള്ള അവസ്ഥയാണ്. അത് അദ്ദേഹം ആദ്യമായിട്ടല്ല, ഡോക്ടർ KR നാരായണൻ്റെ പേരിലൊരു സ്ഥാപനം ഉണ്ടായി, ഈ സിനിമയായിട്ട് ബന്ധമുള്ള സ്ഥാപനം. അതിൽ ദളിതിൻ്റെ വിഷയമൊക്കെ ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി, അടിച്ചിടവ് ചെയ്താണത്. അവിടെ വെച്ച് അദ്ദേഹമാണ് അതിൻ്റെ ആള്, ചെയർമാനൊക്കെ. അപ്പോൾ എന്താണ് ഗോപാലൻ സാറേ, വയസ്സായി തല നരച്ച് മുഴുവൻ, എത്ര വയസ്സായി, ഇനി എത്ര കാലം ജീവിക്കും? എന്താണ് മനസ്സിങ്ങനെ ക്രൂക്കടയിൽ പോയത്? മറ്റ് സമുദായങ്ങൾക്കൊന്നും ഒരു ട്രെയിനിങ് ഇല്ലാതെ സിനിമ നിർമ്മിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ദളിതുകൾക്ക് വേണമെങ്കിൽ 3 മാസം ട്രെയിനിങ് കൊടുക്കണം. ആലോചിച്ച് നോക്കി, അതിലൊക്കെ ആ ബാക്കിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ. അതുപോലെ വനിതകൾക്ക് അങ്ങനെ പണം കൊടുക്കാൻ പാടില്ല, ആലോചിച്ച് കൊടുക്കാവുള്ളൂ. 1.5 കോടി കൊടുക്കേണ്ട കാര്യമില്ല, കൊടുക്കണം. അതിപ്പോൾ എവിടെ എതിർപ്പുണ്ട് ഇപ്പോൾ. അതല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ എന്ത് സിനിമയാണ്, സിനിമ പിടിച്ചില്ല കൃത്യമായിട്ട്, അതിന് അവാർഡ് കൊടുത്തു, ഇപ്പോൾ ദേശീയ ലെവലിൽ അവാർഡ് കൊടുത്തു. അതിനെക്കുറിച്ച് അത് ഉറവിശൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് യുവതികളെയും പിന്നെ സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് കൊന്ന് കത്തിച്ച് കുഴിച്ചിട്ട സ്ഥലങ്ങളാണ് ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഇവിടുത്തെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഹിന്ദു സമൂഹത്തിലെ ബുദ്ധിജീവികൾ വലുതായിട്ടൊന്നും ഇറങ്ങുന്നില്ല. അങ്ങോട്ട് ആരും ഭയപ്പെട്ടാൽ ആർക്കും വേണ്ടി മാറി നിൽക്കുകയാണ്. അങ്ങനെയാണോ ശരി? ഇവിടെ മുസ്ലിം സമുദായത്തിൽ അനാചാരം ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ അത് ഇടപെട്ട് പരസ്യമാക്കി പറയും, മുഖം നോക്കാതെ. പക്ഷെ നമ്മൾ ചാണം കഴിക്കുന്നു നല്ലതാണ്, പശുവിൻ്റെ മൂത്രം കഴിക്കുക നല്ലതൊക്കെ പറഞ്ഞിട്ട് അതുണ്ടാക്കി ബിസ്ക്കറ്റും ബ്രെഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഈ ഹിന്ദു സമുദായത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ ചിന്തന്മാരെന്ന് പറഞ്ഞാൽ എത്ര പേര് കൊച്ചു കേരളത്തിൽ പോലും അതിനെതിരെ പ്രതികരിച്ചു. പ്രവാചകന്റെ മുടി കഴുകി കുടിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞ മുസ്ലിം സമുദായത്തിൽ നല്ല എതിർപ്പുണ്ട്. അല്ല, നമ്മുടെ പ്രധാന മുഖ്യമന്ത്രി പിണറായി സഖാവിന് പറഞ്ഞാൽ അത് ബോഡി ബേസ്ഡ് ആണ്, ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ബോഡി ബേസ് വെച്ചാൽ ബോഡിയുടെ ബേസ് അറിയാമല്ലോ, അതാണ്. പക്ഷെ ഇത് ഈ ചാണകം കഴിക്കാൻ, മുളക് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്താ ഈ പിണറായി ഉൾപ്പെടെ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിലെ ആൾക്കാർ എന്താ മിണ്ടാത്തത്? അപ്പം നമുക്ക് അനുകൂലമാണെങ്കിൽ ഏത് നിയമവും ശരി, നമുക്ക് എതിരാണ് ഏത് നിയമം തെറ്റി എന്നുള്ളൊരു പഴഞ്ചൻ ഭൂഷ സ്വഭാവമുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ കളിക്കുന്നത്. ഒരു സത്യമില്ല. ക്രിസ്ത്യൻ സമുദായത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നു, വലിയ ഉണർവുണ്ടാകേണ്ടി വരുന്നു. അത് ക്രിസ്ത്യൻ സമുദായത്തിലെ സാധാരണക്കാർ രംഗത്തിറങ്ങണം, അവർ പ്രതികരിക്കണം, ബോധവൽക്കരണം ചെയ്യണം. ബോധവൽക്കരണം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രതികരണ ശേഷി ഉണ്ടാവും. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. നമുക്ക് വേണ്ടി പ്രതികരണ ശേഷിയാണ്. പ്രതികരണ ശേഷിക്ക് എന്താ വേണ്ടി? ബോധവൽക്കരണമാണ്. അപ്പോൾ നമ്മൾ ബോധവൽക്കരണം ചെയ്യാന്നുള്ള നമ്മുടെ ചുമതല, നമ്മുടെ കടമ. നമ്മൾ ബോധവൽക്കരണം ചെയ്താൽ നീഡി പീപ്പിൾ, ഗുണഭോക്താക്കൾ അത് പ്രതികരിച്ചോളൂ, ഓട്ടോമാറ്റിക് വന്നോളൂ. അതൊരു പള്ളിയിൽ ജനകീയ കമ്മിറ്റി വേണം, പള്ളിയിൽ കണക്ക് ഓഡിറ്റിംഗ് വേണം, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വേണം. അത് കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കൊക്കെ വിവാഹം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. വംശം നിലനിർത്തണം, കൂടുതൽ വംശം വർധന വേണം. പരമാവധി ആൾക്കാർ വിവാഹം കഴിക്കട്ടെ, കുറച്ച് നേരത്തെ വിവാഹം കഴിക്കട്ടെ. ഇതിപ്പോൾ വിവാഹം കഴിക്കുന്നത് 30-40 വയസ്സ് കഴിയുമ്പോൾ വിവാഹം കഴിച്ച് ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പാത്രം കഴിവ് വെച്ച്, അപ്പോൾ നമ്മളെങ്ങനെ വംശം ഉണ്ടാവും? ഒരു സമുദായം അങ്ങനെ പെട്ട് കുറയാൻ പാടില്ലെന്നേ. നമ്മളത് അനുകൂലിക്കല്ല, കുറയാൻ പാടില്ലെന്ന് തന്നെയാണ്.
ഒരു ഈക്വലൈസേഷൻ, ഒരു സമതുലിതാവസ്ഥ ലോകം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ സമതുലിതാവസ്ഥ വേണം. അത് എല്ലാ സമുദായവും ഒരുപോലെ വളർച്ചകൾ വേണം, എല്ലാ നിലക്കും, ശാരീരികമായിട്ടും മാനസികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും എല്ലാ നിലക്കും. എണ്ണം കൊണ്ട് പോലും ഒരു സമുദായം മാത്രം വളരെ മറ്റു സമുദായം വളരാതിരിക്കുന്നത് അത് ശരിയല്ല. അത് കറക്റ്റല്ല. അവിടെ നമുക്ക് സങ്കുചിത ചിന്താഗതിയൊന്നുമില്ല. ക്രിസ്ത്യൻ സമുദായം മറ്റുള്ള സമുദായത്തൊപ്പം തന്നെ വളരണം. ഏത് വേണം? ജനസംഖ്യ രീതി വെച്ച് വളരണം. അത് സാഹചര്യമുണ്ടേ. ഇത് വിവാഹം കഴിക്കില്ല ക്രിസ്ത്യൻ സമുദായം. കഴിച്ചാൽ തന്നെ 40 വയസ്സ് കഴിയും. എത്ര പെൺകുട്ടികളും, ഓരോ പെൺകുട്ടി വിവാഹം കഴിക്കാൻ വൈകും തോറും അത്രയും ആൺകുട്ടികൾ വേഗമല്ലേ. ഇപ്പം സൗദി അറേബ്യയിൽ സ്ത്രീധനമില്ല. എന്തു നല്ല രീതിയാണ്. ഒരു സ്ത്രീധനം ഇല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീധനത്തെ പോലെ അവിടെ മഹർ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ധനം അങ്ങോട്ട് കൊടുക്കണം. അതുപോലെ ബാധ്യമാണ്. ഇപ്പോൾ സാധാരണ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, ടാക്സി ഡ്രൈവർക്കൊക്കെ ഈ ലക്ഷക്കണക്കിന് റിയാൽ സ്ത്രീ മഹർ ധനം കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് വിവാഹം കഴിക്കാതെ വരുന്നുണ്ട്. ഇവിടുത്തെ സ്ത്രീധനത്തിൻ്റെ എന്താണ് ബാക്ക്വേർഡ് പോരായി, അതിൻ്റെ മറുവശമാണ് സൗദി അറേബ്യ പോലെ ഇസ്ലാം കൺട്രീസിൽ മഹർ എന്ന് പറയുന്നത്. കാശില്ല. ഇവിടുത്തെ സ്ത്രീധനത്തെക്കാൾ കൂടുതലാണ് മഹർ കൊടുക്കേണ്ടത്. അപ്പം പണം വേണ്ടേ? അതിൽ കേരളത്തിൽ തന്നെ എത്രയോ സ്ത്രീകൾ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാതെ ക്രിസ്ത്യൻ സമുദായത്തിലിരിക്കുന്നു. മറ്റെല്ലാ സമുദായത്തിലും ഉണ്ട്, പക്ഷേ മുസ്ലിം സമുദായത്തിൽ കുറവാണ്. ക്രിസ്ത്യൻ സമുദായത്തിലും പിന്നെ കുറച്ച് ഹിന്ദു സമുദായത്തിലുള്ളത്. അത് നിങ്ങൾ കാണാതെ പോകുന്നത്. നിങ്ങളുടെ ദേവാലയങ്ങളിലും പള്ളികളിലും എത്ര ലക്ഷക്കണക്കിന് കോടി രൂപ നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദു മതത്തിലെ ഓരോ അമ്പലങ്ങളിലും എത്ര കോടാനുകോടി രൂപ കെട്ടിയിരിക്കല്ലേ. ക്രിസ്ത്യൻ സമുദായത്തിലൂടെ സ്വർണ്ണമൊക്കെ ആയിട്ട് അതുകൊണ്ട് അതിന് പണം എടുത്ത് ഞങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള പണം എടുത്തിട്ട് അതാത് സമുദായത്തിലെ ആൾക്കാരിൽ കൊടുക്ക്, മറ്റുള്ളവർ കൊടുക്കണ്ട, പോട്ടെ. അതായത് സമുദായത്തിൽ ആൾക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ വന്ന് ഇന്ന് ഓരോ ഹിന്ദു സ്ത്രീയും ഓരോ ക്രിസ്ത്യൻ സ്ത്രീയും വിവാഹം കഴിക്കാൻ പറ്റുമായിരിക്കുമോ? എത്ര പണം കിടക്കുന്നറിയോ? അതൊക്കെ തിന്ന് ചീർത്ത് ഒരു വിഭാഗം ഇപ്പോൾ സൂചിക്കാതിൽ പാവപ്പെട്ടവന്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു നല്ല മരം ഉണ്ടായത്. അവിടെ അടുത്ത് ചർച്ചിനെ പണിക്കപ്പോൾ അച്ഛനൊക്കെ വന്ന് കൊടുത്ത് ഏതാണ്ട് 1000 ലക്ഷം രൂപ എടുത്ത വലിയ മരം. അത് പള്ളിപണിക്ക് കൊടുക്കണം നമ്മൾ പറയുന്നില്ല. ആ സിസ്റ്റമൊന്നും മുസ്ലിങ്ങളുടെ ഇല്ല. മുസ്ലിങ്ങൾ സമ്മാനം എടുക്കുമല്ലോ. മരം വാങ്ങിക്കാനും ഒക്കെ പണ്ട് ആടിനെ വാങ്ങിക്കാൻ വരുമോ, തങ്ങളന്മാരെ വരുമോ? ഇപ്പോൾ ഒന്നുമില്ല. ഇതല്ല, അച്ഛൻ വന്ന് കണ്ടാൽ അത് പള്ളിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂ. നമ്മുടെ സതി സമ്പ്രദായം ഉണ്ടായില്ലേ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചാടാതിരിക്കുമോ? ചാടിക്കഴിഞ്ഞാൽ പിന്നെ അവളെ ചാടാതിരിക്കും, അവളെ കുറ്റപ്പെടുത്തുന്ന ആളെ കൊടുത്തില്ലേ? അതുകൊണ്ട് ആ മനസ്സെല്ലാം പോകണം. അതുപോലെയാണ് ഈ മരം ചോദിച്ചാൽ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അച്ഛന് സമൂഹം അറിയില്ലേ ഞാൻ കൊടുക്കില്ലാത്ത ആളെന്ന്. അങ്ങനെ ഓരോ രീതിയിലും എത്ര കോടി രൂപയുടെ സ്വത്തിരിക്കുന്നു, ഇപ്പോൾ സമ്പത്തിരിക്കുന്നു, എത്ര വരുമാനമുണ്ട്. ഇപ്പം മാതാമന്താന്തമ്മയുടെ ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്ന ഒരു നേഴ്സ്, ഒരു ഉദ്യോഗസ്ഥൻ, അവർ സാധാരണ എടുക്കൽ ഇരട്ടി പണിയെടുക്കും. ദൈവത്തിൻ്റെ ആളാണല്ലോ, നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ആൾ ദൈവമാണല്ലോ. ഇരട്ടി പണിക്കും. കൂലിയോ മറ്റൊരു സ്ഥലത്ത് കൊടുക്കാൽ പകുതി. അപ്പോൾ ഇതിൽ 1:8 വരെയാണ്. മറ്റു സ്ഥലത്ത് കിട്ടുന്ന പണിയുടെ 8ൽ നിന്ന് അവിടെ കൂലി കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു ആയിട്ട് തന്നെ 1:8 7 ഭാഗം ലാഭം ഈ സ്ഥാപനത്തിലാണ്. അങ്ങനെ 10,000 തൊഴിലാളി പണിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി കൊണ്ട് തന്നെ എത്ര കോടി രൂപ ലാഭമുണ്ട് കൊല്ലത്തിൽ. മറ്റു മതങ്ങളുണ്ടത് ഇല്ലെന്നല്ല, എന്നാൽ ഇത്രയും കൂടെ വരുന്നില്ല. പണിയെടുപ്പിക്കുക, അവരെ ചൂഷണം ചെയ്തെടുക്കുക. അയ്യോ ദൈവമല്ലേ, കൊണ്ടില്ല. തികച്ചും മാറിയ സ്വഭാവമാണ് ലോകത്ത്. ഇപ്പം നമ്മൾ പലസ്തീനിലെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കാണ്ടിട്ടേ ഒരു കൂസ് ലോകത്തില്ലല്ലോ. അതെങ്ങനെ കൂസില്ലാന്ന്? ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാർ 90 വയസ്സിന് മുകളിലവരാ. ഇവർ കേരളത്തിൽ പോലും, ഇന്ത്യയിൽ പോലും, ചൈനയിൽ പോലും, റഷ്യയിൽ പോലും, പിന്നെ ഇസ്രായേലിൽ പോലും, അമേരിക്കയിൽ പോലും എല്ലാ ഈ ഭരണാധികാരികളെല്ലാം 80 തന്നെ മുകളിലുള്ളതാണ്. 90 ഒക്കെ ഉള്ളവരുണ്ട്. അവർക്ക് ഇനി എന്ത് മരിക്കത്തങ്ങ് ജീവിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷേ തലമുറയോ ഇസ്രായേൽ ആൾക്കാർ സമാധാനമില്ലാതെ നാട് വിട്ട് ഓടാണ്. എന്തെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ താരിൽ പോവോ? പട്ടിണി കിടന്ന് നശിച്ച് വെള്ളിയാഴ്ച ജുമ ഓതിപ്പോൾ എൻ്റെ ഇവിടെ പലസ്തീനു വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ കുറ്റം പന്തികളെ കുബുദ്ധികളോട് ചോദിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം മുസ്ലിയാർ
പള്ളിയിൽ കയറി മെമ്പറിൽ കയറി പ്രസംഗിക്കും. കുത്തുബ പ്രസംഗം, ആനുകാലിക 2 കാര്യം. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം, ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, ഇത് രണ്ടോട് ക്രോഡീകരിച്ചിട്ട് അടുത്ത ആഴ്ച ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഓരോ ആഴ്ചയും. അതൊരു വിലയിരുത്തലാണത്. അത് വേറൊന്നുമില്ല, അതൊരു പ്രസംഗം. എന്താണ് വിലയിരുത്തി പറഞ്ഞത്? പട്ടിണി ആയതുകൊണ്ട് സംസാരിക്കുക എനിക്ക് പറ്റുന്നില്ല, പട്ടിണിയാണ്ട് സംസാരം കേൾക്കും നിങ്ങൾക്ക് പറ്റില്ല, നമുക്ക് വേഗം നമസ്കരിച്ച് സ്ഥലം വിടാന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷമില്ലായികയാണോ? പക്ഷമില്ലായികയാണെങ്കിൽ മനസ്സിലാക്കാം. ഇത് സ്ഥാനം ഇഷ്ടംപോലെ ചരക്കുണ്ട്, അത് കൊടുക്കില്ല. അത് കൊണ്ടുപോയിട്ട് ആ സാധനം അവിടുന്ന് ഗുണ്ടകൾ കൊണ്ടുപോയിട്ട് മറിച്ച് 10-20 ഇരട്ടിക്ക് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ലോക രാജ്യങ്ങൾ, ലോകത്തെ നേതാക്കൾ, ലോകത്തെ മനുഷ്യത്തെ ചിന്തകന്മാരും ബുദ്ധിജീവികളും എന്ത് പരിഹാരം കാണുന്നുണ്ട്? എന്തവർക്ക് ചെയ്യാൻ പറ്റും? മറ്റെല്ലാം മാറ്റി വയ്ക്കുക. ജാതി മതം യുദ്ധമൊക്കെ നടക്കട്ടെ. ഈ വിശപ്പിനുള്ള ആഹാരം കൊടുക്കാൻ, അത് ഉണ്ടായിട്ടും കഴിക്കാൻ തടയുന്ന ഒരു രീതിയുണ്ട്. ആ രീതി നമുക്ക് എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക? എങ്ങനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റുക? ഇനി ഗസയിലെ ആൾക്കാരൊക്കെ കൊള്ളരാത്തവരൊക്കെ സമ്മതിച്ചു, അല്ലെങ്കിൽ ഫലസ്തീനൊക്കെ സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. പക്ഷേ അതിൽ പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്കും സ്ത്രീകൾക്കും രോഗികൾക്കൊക്കെ ഭക്ഷണം തടഞ്ഞു വെച്ച് അതൊരു ആയുധമാക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ നെറിവുകേട് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇന്ത്യയിൽ നിന്ന് പറയുന്നുണ്ടോ? അവരൊന്നും പ്രസംഗിക്കുക ഭംഗി എന്തിനാണ് പറയുന്നതല്ലാതെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ? നമ്മൾ 2 ലക്ഷത്തിപ്പരം ആൾക്കാർ, 2 ലക്ഷത്തോളം ആൾക്കാർ വിചാരണ തടവരെ കഴിയുന്നു. അവരെ വിചാരണ എടുത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഈ സംഭവത്തിനെതിരെ നമ്മുടെ ഇന്ത്യയിൽ നേതാക്കൾ, എത്ര നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട്? അയ്യോ ഭക്ഷണം കൊടുക്കണം, അത് തെറ്റാണ്, നിങ്ങൾ പാർട്ടിയും ജാതി മതമൊക്കെ ഏതോ ആകട്ടെ, അത് ബാധകമല്ല, പക്ഷെ ഭക്ഷണം കൊടുത്തേ തരൂ എന്ന് പറയുന്ന എത്ര നേതാക്കളുണ്ട് ഇന്ത്യയിൽ? ലോകത്ത് എത്ര പേരുണ്ട്? ഇതാണോ നീതി? ഇതാണ് നിങ്ങളുടെ ശാസ്ത്രീയ സോഷ്യലിസം? അല്ലല്ല. അന്ന് പറഞ്ഞല്ലേ മദീന പട്ടണത്തിൽ ഒരു ആട്ടിൻകുട്ടി ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ടാൽ അത് ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന് വിശ്വാസമുള്ള അല്ലെങ്കിൽ ആ ചിന്താഗതിയുള്ള ഉമറിൻ്റെ ഭരണകാലമൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ത്യൻ ഭരണാധികാരി, മറ്റ് ലോകത്തിൻ്റെ ഭരണാധികാരികൾ സ്വന്തം കാര്യം സാധിക്കുമ്പോൾ ലക്ഷങ്ങളിൽ കോടികളിൽ അഴിമതി. എന്താ ഇത്? ഉമറിൻ്റെ ഭരണകാലത്താണ്. ഉമറിൻ്റെ മകൻ ഒരു വിചാരക്കുറ്റം മറ്റു വന്നിട്ടില്ലല്ലോ, ഉരുട്ട വായിലേക്ക് ഇട്ടില്ല. ഇനി നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് ഇവിടെ ഏതാണോ ഇപ്പം പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ അവകാശങ്ങളുടെ പേരിലൊക്കെ അഴിമതി വന്നാൽ അതൊന്നും ബാധകമല്ല, അതിന് കൂട്ടു നിൽക്കല്ലേ? അവരൊക്കെയല്ലോ നെറികെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരില്ലേ? രാഷ്ട്രീയത്തിൽ തട്ടിപ്പും കുതികാൽ വെട്ടും വഞ്ചനയില്ലാതെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിലുണ്ടോ? നമുക്ക് ഇന്ത്യയിലൊക്കെ ലോകത്തെ കാര്യം പോട്ടെ, കുതികാൽ വെട്ടി വോട്ടിൽ കൃത്യം ചെയ്തും എന്തെല്ലാം നോക്കി വെച്ച് ജനങ്ങളെ കൊന്ന് അതിൻ്റെ പേരിൽ മുതലെടുത്ത് വോട്ട് കിട്ടി ഭരിക്കാൻ നോക്കുന്ന ആൾക്കാരല്ലേ? എത്ര സംഭവങ്ങൾ. എങ്ങനെ നമ്മുടെ മനസ്സാക്ഷി വെച്ച് ഒരാളെ ആക്രമിക്കാൻ നമുക്ക് തോന്നും? ഇപ്പം ഞങ്ങൾക്ക് ഒരു കല്ലെടുത്ത് ഒരു കാക്ക അറിയാൻ പോലും ഞങ്ങൾ അറിഞ്ഞാൽ കൊള്ളില്ല, ഞങ്ങൾ അറിയാൻ അറ്റില്ല, മനസ്സാക്ഷി സമ്മതിക്കില്ല. അത്ര ലോലഹൃദയരാണ്. മറ്റുള്ള കുടുസായ മനസ്സ്. ഇന്ന് കർണാടകയിൽ ഒരു മുസ്ലിം പ്രധാന അധ്യാപകനെ സ്ഥലം മാറ്റാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി അവിടുത്തെ വാട്ടർ ടാങ്കിൽ ഹിന്ദു സാഗർ സമിതി വിഷം കലർത്തി 3 പേര് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ മുസ്ലിം കുട്ടികളാണ്, ഹിന്ദു കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. അവരെ കൊന്നാലും വേണ്ടില്ല, ആ സാറിന് മാറ്റണം. എത്ര ക്രൂക്കട്ട് മൈൻഡ്സ്, എത്ര സാങ്കുചിത മനോഭാവം, എത്ര വൃത്തികെട്ട സ്വഭാവമാണ് നോക്കി. അതേ കർണാടകത്തിൽ 10,000-കണക്കിന് യുവതികളെ പെൺകുഞ്ഞുങ്ങളൊക്കെ ബലാത്സംഗം ചെയ്ത് കൊന്ന് വൃത്തികെട്ട രീതി ചെയ്തിട്ട് ചോദ്യം ആരെങ്കിലും ഉണ്ടോ? അതിന് ന്യൂസിൽ കൊടുക്കുകയെന്ന് പറഞ്ഞ കോടതിയുണ്ട്. ഇതൊക്കെ ഒരു മാറ്റം വേണ്ടേ? ഏത് കാലത്ത് മാറ്റം വരും? ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇപ്പം നമ്മുടെ കേരളം ഭരിക്കുന്ന കക്ഷി ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്, അതിൽ പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി
വീണ ജോർജ് മാഡം, ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച്. എന്താണ് വീണ ജോർജ് മാഡത്തിനെ LDF ഇത്ര സ്വാധീനിച്ചും റെക്കമെൻഡ് ചെയ്തും അവിടുത്തെ അല്ലെങ്കിൽ പുരോഹിതന്മാരെടുത്ത്? കേരളത്തിലെ ആതുര ശുശ്രൂഷാലയങ്ങളിൽ 90% സഭ നടത്തുന്നതാണ്. ക്രിസ്ത്യൻ സമുദായത്തെ സാധാരണ നിങ്ങൾ മനസ്സിലാക്കുക. സത്യം നിങ്ങൾക്ക് നേട്ടമുണ്ടോ? ഒന്നുമില്ല. സഭ നടത്തുന്ന 100%. അവിടെ ഒരു ആക്ട് ഉണ്ടാക്കി മൻമോഹൻ സിംഗിന് 2011 ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്നതിൻ്റെ പേര്. അവിടെ നമ്മൾ ഹോട്ടലിലേക്ക് വില വയ്ക്കും പോലെ നമ്മൾക്ക് ഓരോ ഓപ്പറേഷൻ്റെയും ചെലവും അതിൻ്റെയൊക്കെ കുറിച്ച് വയ്ക്കണം. ഇതല്ല നമ്മുടെ പോക്കറ്റിലെ വലിപ്പം നോക്കിയാണ് വില നിശ്ചയിക്കുന്നത്. അതല്ലേ ചില സ്ഥലത്ത് 5 ലക്ഷം പറഞ്ഞൊക്കെ ചില സർക്കാർ ആശുപത്രിയിൽ ചില പോയാൽ അവിടെ വെറും 10,000 രൂപ തീരും. ഇവിടെ 5 ലക്ഷം രൂപ. ഹോസ്പിറ്റൽ ബേസ് ഞാൻ പറയുന്നില്ല, സ്വകാര്യ ഹോസ്പിറ്റൽ എല്ലാം കണക്കാണ്. അത് തട്ടിപ്പല്ലേ. ഇവിടെ 5 ലക്ഷം തീരും, അവിടെ 10,000 രൂപ തീർന്നതിന്. കാര്യം കുടിക്കുന്ന വെള്ളം വരെ കാശ് സർക്കാർ പ്രൈവറ്റ് ആശുപത്രിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം ആയിക്കോട്ടെ, എന്നാലും തെമ്മാടിത്തരകളിൽ ഇത് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പാസ്സാക്കിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. പിണറായി സഖാവിൻ്റെ കാലത്തല്ല, മൻമോഹൻ സിംഗ് 2011 വർഷം എത്രയും അതിന് പോയിട്ട് 21 10 14 15 വർഷം പോകുന്നു. എന്തെങ്കിലും ഒരു നടപടി ഇന്ത്യയിലോ കേരളത്തിലോ എടുത്തിട്ടുണ്ടോ? അന്ന് ഇപ്പോൾ കോൺഗ്രസ് ശിവകുമാർ മന്ത്രിയായിരുന്നു. മന്ത്രി ഹോസ്പിറ്റലുകാരുടെ കൈക്കൂലി വാങ്ങിച്ചോട്ട് ഒരു ആരോപണം കിടക്കാണ്. ഇപ്പോൾ വീണയാണ് നയിക്കുന്നത്. സഭയാണ് സഭയുടെ ആളാണല്ലോ വീണ സപ്പോർട്ട് ചെയ്യോ? പിണറായി ചെയ്യോ? അത് പിണറായിക്ക് 10 വോട്ട് കിട്ടണം. ഹോസ്പിറ്റലിൽ ആര് ചത്താലും എന്താ ഇപ്പം നോക്കുന്നത്? ഇന്നിപ്പം നോക്കാണ്ട് പിണറായി സഭക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായത്. എനിക്ക് സങ്കടം എന്താണ്? അസുഖമായത് കുറ്റമല്ല, എല്ലാവർക്കും നടക്കാൻ പോലും പറ്റില്ല. അത്ര അവശരായിട്ട്. എന്നിട്ടും സ്ഥാനം ഒഴിയില്ലെന്ന് മാത്രമല്ല, അടുത്ത പ്രാവശ്യം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമാണ്. ഞങ്ങൾ ഒരു ചെയർമാൻ ഇരിക്കുന്നത്. ഇത് എന്ത് കമ്മോഡസ്റ്റി പറഞ്ഞത്? എന്ത് ഫിലോസഫിയാണ്? ഈ തോട്ടത്തിന് അതിർത്തി പരിധി നിശ്ചയിക്കാന്നുള്ള ഒരു ക്ലോസ് ഉണ്ട്. എത്ര നാളായി? 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് 57 പോയിട്ട് എത്ര വർഷമായി? ഇതുവരെ തോട്ടത്തിന് പരിധി നിശ്ചയിക്കാൻ ചർച്ച ചെയ്തിട്ടുണ്ടോ? എയ്ഡഡ് സ്കൂളിലെ അഡ്മിഷൻ നിയമനം PSC വേണ്ട ചർച്ച ചെയ്യുന്നുണ്ടോ? ഭൂപരിഷ്കരണം നമ്മൾ നടപ്പിലാക്കി. അവരെങ്ങനെയാണ് എൻ്റെ പരിപാടി? അതിൽ നേട്ടമുണ്ടോ? അതിൽ പോരായ്മയുണ്ടോ? അതൊരു പുനരവലോകനം നടത്തിയിട്ടുണ്ടോ? ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. കോൺഗ്രസ് ഗവൺമെൻറ് മാറ്റി അത് ലക്ഷം വീട് പദ്ധതി ഉണ്ടാക്കി പോകുന്നത് നല്ല ലക്ഷ്യമായിരുന്നു. അത് ആ ലക്ഷം വീട് അവസ്ഥ എന്നത് സാറ് നമ്മൾ കാറ്റും മഴയൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ കയറി പോലെ ഇത് കാറ്റും മഴയും അവിടെ താമസിക്കും പുറത്തേക്ക് ഓടിപ്പാണ് പേടിച്ചിട്ട്. കാരണം എപ്പോഴും പൊളിച്ചാടാം. ഒന്നാന്തരം മരങ്ങൾ ഊപ്പിന്ന് വെട്ടിക്കൊണ്ടിട്ട് അതെല്ലാം പുറത്ത് ഇട്ടിട്ട് വെറും പായ്മരം വെട്ടുക. അത് ചെതൽ പിടിച്ചൊക്കെ പോയി. എന്തെങ്കിലും ഒരു നാട്ടു പരിപാടി ജനനന്മക്കായിട്ട് ഇപ്പൊ പിഴിയാണ്. ഓട്ടോ വണ്ടി പിടുത്തമൊക്കെ ആയിട്ട്. അപ്പോൾ GST വന്നു. അത് കേരള ഗവൺമെന്റ് അല്ല, സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെന്റ് കൂടിയാണ്. തീവെട്ടുകൾ 28%, 18% ആണ്. ഇത് ചിലത് 28% ഉണ്ട്. ഒരു പഴംപൊരി വാങ്ങിച്ചാൽ 18%. അത് അവരുപയോഗിക്കുന്ന വടയില്ല. വടക്ക് 5% ഉള്ളൂ. കാണും മനുഷ്യരെ, മലയാളികളെ നിങ്ങൾ കണ്ണൂർത്ത് കാണുക. പഴംപൊരിക്ക് 18% ടാക്സ് കൊടുക്കുമ്പോൾ ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ പട്ടന്മാർ കഴിക്കുന്ന പിന്നെ എന്താണ് വടക്ക് 5% ഉള്ളൂ. വട കഴിക്കുന്ന സാധനക്കാരല്ല, സവർണ സമ്പന്നന്മാരാണ്. അതാ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. 5%. ഒരു പഴംപൊരി വാങ്ങിച്ച കൂലി വിലക്കാർ വന്ന് കഴിക്കുന്നത് അത് 18%. എന്തൊരു വിരോധാഭാസമാണ്! എന്തൊരു അനീതിയാണ്, അന്യായമാണ്. നോക്ക്, എവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്? നിങ്ങൾ എവിടെ പോയി? ഇവിടെ വാവിളിച്ചിരിക്കുകയാണ്. ഇത് വടക്ക് 5%, പഴംപൊരിക്ക് 18%. എന്ത് നീ? എന്നാലും എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഒരുപോലെ. എന്ത് തീവെട്ടുകൊള്ള ചെയ്യുന്നത്? നമ്മൾ 1967 മോഡേൺ ബ്രെഡ് 72 പൈസയാണ്. അത് ഇന്നിപ്പോൾ 55 രൂപയായി. 500 വർഷം മുമ്പ് ഡൽഹിയിലെ ജുമാ മസ്ജിദ് പണിക്കല്ലോ ഒരു സാധാരണ തൊഴിലാളിക്ക് ഒരു കാശ് എന്നത് ഇന്നത്തെ 1/2 പൈസയാണ്. ഒരു സ്കിൽഡ് വർക്ക് അല്ലെങ്കിൽ പിന്നെ സമർത്ഥരായ ജോലിക്കാർ 2 കാശ് 1 പൈസ.
അര പൈസയാണ് ഇന്ന് 1500 150 രൂപ വരുമ്പോൾ 15,000 ഇല്ലേ? 15,000 30,000 ഇരട്ടി വില കൂടിയിട്ടുണ്ട്. 500 വർഷം കൊണ്ട് ഇന്ത്യയിൽ സാധനത്തിന് വില 30,000 ഇരട്ടിയാണ് കൂടിയിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ? മോഡേൺ ബ്രെഡ് 72 പൈസ, ഇന്നിപ്പോൾ 60 രൂപ, എത്ര കൂടി? അങ്ങനെ ഓരോ ഐറ്റം. പണ്ട് ജനതാ സോപ്പ് 100 ഗ്രാമിന് 70 പൈസ, ഇന്ന് 70 ഗ്രാം സോപ്പിന് 50 രൂപ. അന്ന് 100 ഗ്രാം സോപ്പിന് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 70 ഗ്രാം സാധാരണ കുളി സോപ്പിന് 100 ഗ്രാം സോപ്പിന് 70 പൈസ ജനതാ സോപ്പ്. ഇന്ന് 70 ഗ്രാം സോപ്പിന് 50 രൂപ. എത്ര ഇരട്ടി കൂടി? നിമിഷം ഒതുക്കൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ ചരക്കുകളല്ലാണെങ്കിൽ ഭക്ഷ്യസാധനം വലിപ്പം കുറച്ച്, വിലയും കൂട്ടി, എണ്ണം കുറച്ച്, ക്വാണ്ടിറ്റി കുറച്ച്, എവിടെ എത്തി? ഈ അടുത്ത കാലത്ത് 60% വില വന്നിട്ടുണ്ട് സാധനങ്ങൾക്കെല്ലാം. ആരും വീണ്ടുന്നുണ്ടോ? കാരണം ഉള്ളവരുണ്ട്, ഇല്ലാത്തതും ഇല്ല. അത് വീണ്ടും പുതുക്കിയെടുക്കുകയാണ് കടം. അങ്ങനെ ചത്തുപോകും. അപ്പം ഏതായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാത്തിനും ഒരു മറുവശം അല്ലെങ്കിൽ അവസാനം ഉണ്ടെന്ന് ഓർമ്മ വേണം. അതനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോവുക. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.